ത് മഹാവിഷ്ണുവിന്റെ ഹൃദയത്തിൽ ലക്ഷ്മി ദേവിയേക്കാൾ സ്ഥാനം മഹാദേവനെ ഉണ്ട്. ഒരു കഥയിലൂടെ ആ ഒരു കാര്യം കേട്ടു നോക്കിയാലോ. ശിവഭഗവാനാണോ വലുത് അതോ വിഷ്ണു ദേവനാണോ വലുത്? പല ആളുകളുടെയും ചിന്തയാണ്. ദേവന്മാർ തമ്മിൽ ഒരു സ്പ്ലിറ്റിംഗും ഇല്ല. മനുഷ്യരാണ് ദേവന്മാരെ സ്പ്ലിറ്റ് ചെയ്യുന്ന ആളുകൾ. നമ്മുടെ ഇരു കണ്ണുകളാണ് മഹാദേവനും മഹാവിഷ്ണുവും. നമ്മൾ ഒരു കണ്ണ് പൊത്തിപ്പിടിച്ച് ദൂരെയുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അതിന്റെ പെർഫെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. ആ സമയത്ത് നമ്മൾ രണ്ട് കണ്ണുകൾ കൊണ്ട് ലോങ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അതിന്റെ പെർഫെക്ഷൻ, അതേ മനോഹാരിതയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഇരു കണ്ണുകളാണ് മഹാദേവനും മഹാവിഷ്ണുവും. ദേവന്മാർ തമ്മിൽ പരസ്പരം ബഹുമാനം മാത്രമേ ഉള്ളൂ. അവിടെ ഒരു സ്പ്ലിറ്റിങ്ങും ഇല്ല. അവർ പരസ്പരം റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത്. മഹാവിഷ്ണുവിന്റെ ഹൃദയത്തിൽ ലക്ഷ്മി ദേവിയേക്കാൾ സ്ഥാനം മഹാദേവനെ ഉണ്ട്. ഒരു കഥയിലൂടെ ആ ഒരു കാര്യം കേട്ടു നോക്കിയാലോ. ഒരിക്കൽ മഹാവിഷ്ണുവിന്റെ വിവാഹശേഷം ലക്ഷ്മി ദേവി വിവാഹം കഴിച്ചു. അതിനുശേഷം ലക്ഷ്മി ദേവിക്ക് ഭഗവാന്റെ ഹൃദയത്തിൽ സ്ഥാനമില്ല. ഭഗവാന്റെ ഹൃദയത്തിൽ ഇരിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണ്? ഭഗവാന്റെ ഹൃദയത്തില് മഹാദേവനാണ് ഇരിക്കുന്നത്. അവിടെ ലക്ഷ്മി ദേവിക്ക് ഒരു സ്ഥാനവുമില്ല. അപ്പൊ ലക്ഷ്മി ദേവി ആകെ സങ്കടത്തിലായിരുന്നു. ദേവനോട് ചോദിക്കുകയാണ്, ഭഗവാനെ, അങ്ങയുടെ പത്നിയാണ് ഞാൻ, എന്നിട്ടും അങ്ങയുടെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനമില്ല.